ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെ നിർവചിക്കാമെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ പറയാൻ കഴിയുക അതിനെ ഒരു മരത്തിനോട് ഉപമിക്കുക എന്നാണ്. ഇപ്പോൾ ട്രീ എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ വേരുകളാണ്. അത് നമ്മൾ കാണുകയില്ല. വേരുകൾ ആഴത്തിൽ മണ്ണിലേക്ക് പോയിട്ടുള്ള മരങ്ങളാണ് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുക. എത്ര വലിയ കാറ്റടിച്ചാലും എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും ആ മരം അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് അതിൻ്റെ വേരുകളാണ്. അപ്പോൾ വേരുകളുടെ സവിശേഷത എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രിൻസിപ്പിൾസും അതിൻ്റെ എത്തിക്സും അതിൻ്റെ പ്രോസസ്സും അതിൻ്റെ സിസ്റ്റംസും അതിൻ്റെ ചില വാല്യൂസും എല്ലാമാണ്. അപ്പം അത്തരം വാല്യൂസ് നമ്മൾ മുഖത്ത് കാണുകയില്ല, പുറത്ത് കാണുകയില്ല, പക്ഷെ അത് സമൂലം അതിൽ ദൃഢമായിട്ട് അതിനെ പിടിച്ചു നിർത്തും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഭാഗമാണ് മരത്തിൻ്റെ. അതായത് മരത്തിൻ്റെ ട്രങ്ക്, മരത്തിൻ്റെ തായ്തടി. ആ തായ്തടി ഭംഗിയുള്ളതായിരിക്കണം, അതിന് കാമ്പുള്ളതായിരിക്കണം, അത് ആരോഗ്യമുള്ളതായിരിക്കണം. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്തുനിന്ന് ഒരാളെ ഓർഗനൈസേഷൻ കാണുമ്പോൾ നല്ല ടീം ഉണ്ടായിരിക്കണം, നല്ല ഓർഗനൈസേഷൻ അതിൻ്റെതായിട്ടുള്ള ഭംഗി, അതായത് അതിൻ്റെതായിട്ടുള്ള അവാർഡുകൾ ലഭിക്കുന്ന ഓർഗനൈസേഷൻ ആയിരിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഓർഗനൈസേഷൻ, അതിൻ്റെ പ്രൊഡക്ട്സ് ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ തായ്തടി എന്ന് പറയുന്നത്. മൂന്നാമത് ഒരു മരത്തിൻ്റെ പ്രധാന കാര്യം ആ മരം എന്താണ് തിരിച്ചു നൽകുന്നത് എന്നുള്ളതാണ്. തിരിച്ചു നൽകുന്നത് എന്താണ്? മരം തിരിച്ചു നൽകുന്നത് അതിൻ്റെ ക്രൗൺ അല്ലെ, അതിൻ്റെ ഇലപ്പരപ്പുകളും അതിൻ്റെ ഫലവർഗ്ഗങ്ങളും അതിൻ്റെ പൂക്കളും അതിൻ്റെ തണലും ഇതെല്ലാമാണ് മരം നമുക്ക് തിരിച്ചു നൽകുന്നത്. എന്നതുപോലെ തന്നെ സമൂഹത്തിന് ഒരു ബിസിനസ് എന്താണ് തിരിച്ചു നൽകുന്നത് എന്നുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല മരത്തിനെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കണം നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനും എന്ന് വേണം ഒരു സംരംഭം കരുതാൻ.